Hi മക്കളെ, welcome you all for the question answer discussion in botany. ഓണം എക്സാമിനേഷന് ബോട്ടണിയിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ അതെല്ലാം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഏറ്റവും പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ വന്നത്. നമ്മൾ ആദ്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും ഏതെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നോക്കാം. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ at the important questions of biological classification, the first chapter in botany. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. യെസ്, നമുക്കിതിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് 2 kingdom ക്ലാസിഫിക്കേഷനും 5 kingdom ക്ലാസിഫിക്കേഷനുമാണ് ആദ്യം പഠിക്കാനുള്ളത്. അതിനുശേഷം ബാക്ടീരിയകളുടെ കിങ്ഡത്തെക്കുറിച്ച് അറിയണം, കിങ്ഡം മൊണീറ. അതിനുശേഷം അമീബ, പാരമീസിയം പോലെയുള്ള ഓർഗാനിസംസിൻ്റെ കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റയെക്കുറിച്ച് അറിയണം. ആൻഡ് ദെൻ വി മൂവ് ടു കിങ്ഡം ഫംഗൈ. അപ്പോൾ ഫംഗസുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം പ്ലാന്റ്സിനെക്കുറിച്ചും ആനിമൽസിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങുന്ന പ്ലാന്റ് ആൻഡ് അനിമേലിയ. ആൻഡ് ലാസ്റ്റ്ലി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഒന്നും ഉൾപ്പെടുത്താത്ത മാറ്റി നിർത്തിയിരിക്കുന്ന വൈറസിനെക്കുറിച്ചും വൈറോയിഡ്സിനെക്കുറിച്ചും പ്രയോൺസിനെക്കുറിച്ചും ലൈക്കൻസിനെക്കുറിച്ചുമാണ് അവസാനം വരെ നമുക്കറിയേണ്ടത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നമ്മൾ അറിയേണ്ടത് ബോട്ടണിയുടെ എക്സാമിനേഷനിൽ എപ്പോഴും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അതേപോലെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ 2 മാർക്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ പോവുക. 3 മാർക്സിനേക്കാളും കൂടുതൽ മാർക്സുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബയോളജിയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഹാഫ് മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കാം. 1 മാർക്കിന് ചോദിക്കുന്ന ഏതൊക്കെ, 2 മാർക്സിന് ഏതൊക്കെ, അതേപോലെ 3 മാർക്സിന് ഏതൊക്കെ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ 1 മാർക്ക് ക്വസ്റ്റ്യൻ. 1 മാർക്കിന് ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കാം. ഏത് കിങ്ഡത്തിലാണ് ഹോളോസോയിക്, ഇൻ വിച്ച് കിങ്ഡം ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇസ് സീൻ? അപ്പോൾ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിച്ച ശേഷം ഡൈജഷൻ നടക്കുന്നത് ഉള്ളിൽ വെച്ച്, ചവച്ചരച്ച് കഴിച്ച് ഉള്ളിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നതല്ലേ ഹോളോസോയിക് ന്യൂട്രീഷൻ. അങ്ങനെ ഹോളോസോയിക് ന്യൂട്രീഷൻ നടത്തുന്ന കിങ്ഡം ഏതാ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കിങ്ഡം അനിമേലിയ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത 1 മാർക്കിലേക്ക് പോവാം. നോക്കൂ മക്കളെ, നെയിം എ ഫംഗസ് ഫ്രം വിച്ച് ആൻ ആൻറ്റിബയോട്ടിക് ഇസ് എക്സ്ട്രാക്റ്റഡ്. ഒരു ആൻറ്റിബയോട്ടിക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗസിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പറയണം, നമ്മളെ ഫംഗസിൽ നിന്നും കിട്ടുന്ന പെൻസിലിൻ. അപ്പം പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നും എടുക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. ഓക്കെ ആണോ? യെസ്. വീണ്ടും നോക്കും മക്കളെ, നെയിം എ യൂണിസെല്ലുലാർ ഫംഗസ്. എല്ലാ ഫംഗസും മൾട്ടി സെല്ലുലാറാണ്, പക്ഷെ ഒരേ ഒരു ഫംഗസ് മാത്രം യൂണിസെല്ലുലാറാണ്. സോ നെയിം ദ ഫംഗസ്. ഒരൊറ്റ സെല്ല് മാത്രമുള്ള ഒരു ഫംഗസിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പറയണം ഈസ്റ്റ്. ചിലപ്പോൾ ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ചോദിച്ചേക്കാം. ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ചോദിക്കുമ്പം നമ്മളതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്നറിയണം. സയൻറ്റിഫിക് നെയിം എന്താ എന്നറിയോ? ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സക്കാരോ. നോക്കൂ, സക്കാരോ മൈസീസ്. ഓക്കെ, ഇതതിൻ്റെ ജീനസ് നെയിമാണ് സക്കാരോ മൈസീസ് സെറിവിസേ. ഇതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, സക്കാരോ മൈസീസ് സെറിവിസേ. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. വാട്ട് ആർ ബാക്ടീരിയോഫേജസ്? ബാക്ടീരിയോഫേജിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? ബാക്ടീരിയോഫേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയകളെ ആക്രമിക്കുന്ന ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളുടെ പേരാണ്
ബാക്ടീരിയോഫേജ്. ഓക്കെ ആണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ് ഡിസീസ് വീറ്റ് റസ്റ്റ് is caused by the fungus name. നോക്കൂ, വീറ്റ് റസ്റ്റ് കോസ് ചെയ്യുന്ന ഫംഗസിൻ്റെ പേരാ ചോദിക്കുന്നത്, അഥവാ റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസിൻ്റെ പേര്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പക്സീനിയ. ചില സമയത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ചോദിക്കാം, ഈ പക്സീനിയ വരുന്ന ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ പക്സീനിയ വരുന്ന ഗ്രൂപ്പിൻ്റെ പേരും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പക്സീനിയ വരുന്ന ഗ്രൂപ്പിൻ്റെ പേരാണ് ബെസിഡിയോ മൈസീറ്റ്സ്. പക്സീനിയ വരുന്ന ഗ്രൂപ്പിൻ്റെ പേരാണ് ബെസിഡിയോ മൈസീറ്റ്സ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ മറക്കരുത്, ബെസിഡിയോ മൈസീറ്റ്സ്. വീണ്ടും മക്കളെ അടുത്ത ഗംഭീരമായ ഒരു ചോദ്യം നോക്കുക. കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്. ഇപ്പോൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിൻ്റെ എക്സാമ്പിളാണ് പ്രോട്ടിസ്റ്റ. അങ്ങനെയാണെങ്കിൽ കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ പ്രോക്കാരിയോട്ട്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് പ്രോട്ടിസ്റ്റയാണ്. ഇപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോക്കാരിയോട്ട് ആരാന്ന് ചോദിച്ചാൽ ഒരേ ഒരു കിങ്ഡമേ ഉള്ളൂ, അത് യൂണിസെല്ലുലാർ പ്രോക്കാരിയോട്ടാണ്, ദാറ്റ് ഈസ് മുനീറ. അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെയിം എ ഫംഗസ് യൂസ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ഇപ്പം ബിയർ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ബിയർ ഇതിൽ നിന്ന് മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. ഇപ്പം ബ്രെഡും ബിയറും ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസം ഏതാന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരാളേ ഉള്ളൂ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും മിടുക്കനായ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റാണ്. മക്കളെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഫെക്ഷസ് പാർട്ട് ഓഫ് വൈറസ്. വൈറസിൻ്റെ ഇൻഫെക്ഷസ് പാർട്ട് ഏതാണ്? വൈറസിൻ്റെ ഇൻഫെക്ഷസ് പാർട്ടാണ് ജെനറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ ഇപ്പോൾ സാധാരണ വൈറസുകൾ, ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരുവിധം ഡിസീസ് കോസിങ് വൈറസിലൊക്കെ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. അത് 2 മാർക്സിൻ്റെയാണ്. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ കണ്ടു, ഒരൊറ്റ പോയിൻ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ആദ്യം കാണുന്ന 5 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആയിരിക്കും. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എക്സാമിനേഷനിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ബോട്ടണി ചോദ്യങ്ങൾ 1 വേർഡ് ആയിരിക്കും. സുവോളജിയിലും അതേപോലെ ആദ്യത്തെ 4 മുതൽ 5 ചോദ്യങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 മാർക്കിന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാണ്. ഒരിക്കലും ഒരു ചിത്രം വരയ്ക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് നിങ്ങളോട് പറയാണ് ലേബൽ എ. ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കുകയാണ്. ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. അതിൻ്റെ ഫങ്ഷൻ എഴുതിക്കോ, വേഗം എഴുതിക്കോ. ഏതാ മക്കളെ അതിൻ്റെ ഫങ്ഷൻ? എ എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റാണ്. അതിൻ്റെ ഫങ്ഷൻ ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന എ ഹെട്രോസിസ്റ്റിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ആരാ എന്ന് മനസ്സിലായോ? ഇവൻ ആരാ എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേൾക്കുക, ഇതാണ് സയനോബാക്ടീരിയ. ഏത് സയനോബാക്ടീരിയ ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈ സയനോബാക്ടീരിയയുടെ പേരറിയോ? ഈ സയനോബാക്ടീരിയയുടെ ഇമ്പോർട്ടൻസ് അറിയോ? ഈ സയനോബാക്ടീരിയയാണ് നൊസ്റ്റോക്ക്. അപ്പോൾ ഇത് എങ്ങനെ എഴുതണം? ഇത് ഫിലമെൻ്റസായ സയനോബാക്ടീരിയ, ഫിലമെൻ്റസായിട്ടുള്ള സയനോബാക്ടീരിയ. അപ്പോൾ ഫിലമെൻ്റസ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് എഴുതിയാലും മതി, ഫിലമെൻ്റസായിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഹെട്രോസിസ്റ്റിൻ്റെ ഡീറ്റെയിൽ, സയനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് എഴുതാം. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നെയിം ദ റസ്റ്റ് കോസിങ് ആൻഡ് സ്മട്ട് കോസിങ് ഫംഗൈ. അപ്പോൾ 1 മാർക്കിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, 2 മാർക്കിനായിട്ടും ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായ ആൻസർ നോക്ക്. റസ്റ്റ് ഫംഗൈ ആരാ? അത് പക്സീനിയാണ്. അങ്ങനെയാണെങ്കിൽ സ്മട്ട് ഫംഗൈ ആണ്. അപ്പോൾ സ്മട്ട് ഫംഗൈനെ കുറിച്ച്
എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്മട്ടാണ് ചോദിക്കുന്നത്, സ്മട്ട് ഫംഗൈ. അപ്പോൾ സ്മട്ട് ഫംഗൈനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പേരാണ് എഴുതേണ്ടത്? സ്മട്ട് ഫംഗൈനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പേരാണ് എഴുതേണ്ടത്? ഒരു സംശയമില്ല, ആരാ? അസ്റ്റിലാഗോ. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രശസ്തമായ ചോദ്യമാണ്. ഓക്കെ, റസ്റ്റ് ഫംഗൈ ഇസ് ഈക്വൽ ടു പക്സീനിയ. സ്മട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസ് ഏതാ? അസ്റ്റിലാഗോ. ഇവർ രണ്ടു പേരും ഏത് ഗ്രൂപ്പിലാണ് ഫംഗസിൻ്റെ എന്ന് ചോദിച്ചാലോ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ബെസിഡിയോമൈസീസ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ബെസിഡിയോമൈസീസ് ഗ്രൂപ്പിലാണ് പക്സീനിയം വരുന്നത്, അതേപോലെ നമ്മുടെ സ്വന്തം അസ്റ്റിലാഗോയും വരുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത 2 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം നോക്കുക. ലിസ്റ്റ് സം ഡിസീസസ്. മക്കളെ, ചോദ്യം വളരെ ഗംഭീരമാണ്. ലിസ്റ്റ് സം ഡിസീസസ് ഇൻ ഹ്യൂമൻസ് കോസ്ഡ് ബൈ വൈറസ്. അപ്പോൾ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസിൻ്റെ പേരാണ് ചോദിക്കുന്നത്. മക്കളെ, ഏതൊക്കെയാണെന്ന് നോക്ക്. വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് മംസ് ഉണ്ട്, സ്മോൾ പോക്സ് ഉണ്ട്. മംസ് എന്ന് പറഞ്ഞാൽ മുണ്ടിനീര്, സ്മോൾ പോക്സ് എന്ന് പറയുന്നത് വസൂരി, അത് ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഹെർപ്പസ് ഡിസീസ്, ഓക്കെ, ഇൻഫ്ലുവൻസ, ഫ്ലൂ, അതേപോലെ എയ്ഡ്സ് ശരിക്കും ഒരു ഡിസീസ് അല്ല, അതൊരു സിൻഡ്രോമാണ് ശരിക്കും. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കോസ് ചെയ്യുന്ന ഒരവസ്ഥയല്ലേ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ ആണോ? യെസ്. ഇതിപ്പോൾ ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്ന ഡിസീസാണ്. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. കമൻറ്റ് ഓൺ ദ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. ഫംഗസ് 3 തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. വെജിറ്റേറ്റീവ് ആവാം, എസെക്ഷൽ ആവാം, സെക്ഷൽ ആവാം. അതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് എന്ന് കൃത്യമായി നോക്കണം. എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറയും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സ്പോർ ഫോർമേഷൻ, സ്പോറുകൾ വഴി. ആ സ്പോറുകളുടെ പ്രത്യേകത നോക്ക്. ആ സ്പോസ് കോൾ കൊണീഡിയ, അല്ലെങ്കിൽ സ്പൊറാൻഷ്യസ്പോസ്, അതും അല്ലെങ്കിൽ സൂസ്പോസ്. അപ്പോൾ ഈ സ്പോറുകളുടെ പേര് ഒരിക്കൽ കൂടി നോക്കാം. ഒന്നെങ്കിൽ കൊണീഡിയ, അല്ലെങ്കിൽ സ്പൊറാൻഷ്യോസ്പോസ് ആവാം, അല്ലെങ്കിൽ സൂസ്പോസ് ആവാം. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നമുക്ക് എസെക്ഷൽ സ്പോസായിട്ട് വേണമെങ്കിൽ എടുക്കാം. അടുത്ത നോക്കൂ, ഗംഭീരമായ ഒരു ചോദ്യമാണ്. നോക്കൂ, ദ നേച്ചർ ഓഫ് സെൽ വാൾ ഓഫ് സം കിങ്ഡംസ് ആർ ഗിവൺ ബിലോ. അസൈൻ ദം ടു ദ റെസ്പെക്റ്റീവ് കിങ്ഡംസ്. നോക്കൂ, സെൽ വാളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെൽ വാളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയും നോക്ക് സെൽ വാൾ വിത്ത് കൈറ്റിൻ, അതേപോലെ സെൽ വാൾ വിത്ത് സെല്ലുലോസ്, നോൺ സെല്ലുലോസിക് സെൽ വാൾ വിത്ത് പോളിസാക്രൈഡ് ആൻഡ് അമൈനോ ആസിഡ്സ്, അതേപോലെ സെൽ വാൾ ആബ്സെൻറ്റ്. ഇത്രയും ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കിങ്ഡത്തിൻ്റെയും പ്രത്യേകത ഏതാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. മക്കളെ, മൊണീറ കിങ്ഡം എടുക്കുക. മൊണീറ കിങ്ഡത്തിൽ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വാൾ, അതായത് സെല്ലുലോസ് ഇല്ല, അവിടെ പോളിസാക്രൈഡ് എന്ന ഗ്ലൂക്കോസും അതേപോലെ അമൈനോ ആസിഡ്സുമാണ് വേണ്ടത്. ഓക്കെ, വീണ്ടും അടുത്ത് നോക്കുക, ഫംഗസിൻ്റെ സെൽ വാൾ മെയ്ഡപ്പ് ഓഫ് കൈറ്റിനാണ്. കൈറ്റിൻ, അപ്പോൾ ഉച്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കുക, കൈറ്റിൻ നൈട്രജനുള്ള ഒരു കെമിക്കലാണ് കൈറ്റിൻ. ഈ കൈറ്റിൻ ആർത്രോപോഡ്സിൻ്റെ, ഞണ്ടിൻ്റെ, കൊഞ്ചിൻ്റെ ഒക്കെ പുറന്തോടിൽ കാണുന്നതാണ് ഈ കൈറ്റിൻ. അടുത്ത നോക്കും മക്കളെ, പ്ലാന്റ്സിൻ്റെ കേസിലാണ് പ്ലാന്റ് സെൽ വാൾ വിത്ത് സെല്ലുലോസ്. അതേസമയം ആനിമൽസിൻ്റെ കേസിലോ സെൽ വാൾ ആബ്സെൻ്റ് ആണ് മക്കളെ. ആനിമൽസിൽ സെൽ വാൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഓരോന്നും നമ്മൾ പഠിച്ചു. കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയത് ഫംഗസ് ആണ്, സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയത് പ്ലാന്റ്സ് ആണ്, നോൺ സെല്ലുലോസിക് ആയിട്ടുള്ളത് അത് മൊണീറയാണ്, സെൽ വാൾ ഇല്ലാത്തത് ആനിമൽസ് ആണ്. അപ്പോൾ ഇങ്ങനെ ബോക്സാക്കി എഴുതാൻ പറ്റും. വീണ്ടും നോക്കും മക്കളെ, വാട്ട് ആർ ഹൈഫേ? നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് ഹൈഫേ? ഡിഫൈൻ സീനോസൈറ്റിക് ഹൈഫേ. അപ്പോൾ ഹൈഫേ എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ അറിയണം ഇത് ഫംഗസുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അതിൽ വരുന്ന പ്രത്യേകത ഒന്ന് നോക്കും മക്കളെ. അതിൽ വരുന്ന പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം അറിയേണ്ടത് ദ ബോഡി ഓഫ് ദ ഫംഗൈ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഹൈഫയുടെ ഡെഫിനിഷനാണ്, ദ ബോഡി ഓഫ് ദ ഫംഗൈ കൺസിസ്റ്റ് ഓഫ് ലോങ്, നീളമേറിയ, സ്ലെൻഡർ, മെലിഞ്ഞ, ത്രെഡ് ലൈക്ക്,
ത്രെഡ് ലൈക്ക് നൂല് പോലെയുള്ള സ്ട്രക്ചേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഹൈഫേ. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ഈ ഹൈഫയുടെ പ്രത്യേകത എന്താ? ചില ഹൈഫേ തുടർച്ചയായ ട്യൂബുകളാണ്, ഫിൽ വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള സൈറ്റോപ്ലാസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെ ഇരിക്കും എൻ്റെ ടീച്ചറെ? അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ഈ പറയുന്ന സംഗതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാലോചിക്കണേ. ചില ഹൈഫുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ട്യൂബുകളായിട്ട് കാണും. ആ ട്യൂബുകളുടെ ഉള്ളിൽ ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ട്, ഒരുപാട് ന്യൂക്ലിയസും ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എന്ന് പറയും. ഇതാണ് മക്കളെ സീനോസൈറ്റിക് ഹൈഫേ. ഇതിനെയാണ് നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സീനോസൈറ്റിക് ഹൈഫേ. എന്ത്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇതാണ് സീനോസൈറ്റിക് ഹൈഫേ. ഇതാണ് സീനോസൈറ്റിക് ഹൈഫേ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇങ്ങനെ ക്രോസ് വോൾസ് ഇല്ലാത്ത ഫംഗസിനെ എസെപ്റ്റേറ്റ് ഫംഗൈ എന്ന് വിളിക്കും. ക്രോസ് വോൾസ് ഇല്ലാത്തതിനെ എസെപ്റ്റേറ്റ് എന്ന് വിളിക്കും. ക്രോസ് വോൾസ് ഉള്ളതിനെയോ സെപ്റ്റേറ്റ്. പക്ഷേ ക്രോസ് വോൾസ് ഉള്ളതിന് സീനോസൈറ്റിക് ഇല്ല. ചില സമയത്ത് ഇത് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് ചോദ്യം വരാം. അപ്പം നമ്മൾ പറയണം ഇത് ഫംഗസിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പായ ഫൈക്കോമൈസീറ്റ്സിന് മാത്രമാണ് ഇങ്ങനെയൊരു സീനോസൈറ്റിക് ഹൈഫേ വരുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മെൻഷൻ ടു സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ്. ഫംഗസിൻ്റെ സിംബയോട്ടിക് അസോസിയേഷൻ നോക്കും മക്കളെ. ഫംഗസ് ആൽഗയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ലൈക്കൻസ് എന്ന് വിളിക്കും. അതേസമയം ഫംഗസ് നോക്കൂ, റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, ചെടികളുടെ വേരുകളുടെ കൂട്ടത്തിലാണെങ്കിലോ നമ്മളതിനെ മൈക്കോറൈസ എന്ന് പറയും. ഇസ് ഇറ്റ് ഓക്കെ? യെസ്. വീണ്ടും നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നെയിം എ പ്ലാന്റ് ഡിസീസ്. കണ്ട, നെയിം എ പ്ലാന്റ് ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്. വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖം പ്ലാന്റ്സിലാണ്. ഇപ്പം നമ്മൾ ഉടനെ പറയണം മൊസൈക്ക് ഡിസീസ് ഓഫ് ടുബാക്കോ. ടുബാക്കോ മൊസൈക്ക് ഡിസീസ് അല്ലേ ആദ്യത്തെ ഡിസീസ്, വൈറൽ ഡിസീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് സം വൈറൽ ഡിസീസ് സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ്. വൈറസ് ചെടികളുടെ അകത്ത് കയറിയാൽ, ഉള്ളിൽ പ്രവേശിച്ചാൽ ചെടികളുടെ പുറമേ കാണുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. ചെടികളിൽ ഉണ്ടാകുന്ന വൈറൽ സിംറ്റംസ് കാര്യമായി തന്നെ നമ്മൾ അറിയണം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. മൊസൈക്ക് ഫോർമേഷൻ, അതായത് നിറമുള്ള കുത്തുകളായിരിക്കും. അതേപോലെ ലീഫ് റോളിംഗ്, കണ്ട മൊസൈക്ക് ഫോർമേഷന് പുറമെ ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, ഇല ചുരുണ്ടു പോവുക. അതേപോലെ യെലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിങ്, മഞ്ഞളിപ്പ്. ഡ്വാഫിങ്, അതേപോലെ വളർച്ച മുരടിച്ചു പോവുക. ഇതൊക്കെയാണ് ചെടികളിൽ വൈറസ് കയറിയാൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ. ഇസ് ഇറ്റ് ഓക്കെ? യെസ്. വീണ്ടും നോക്കൂ മക്കളെ. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഡയഗ്രാം ഗിവൺ ബിലോ. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കാം. ഈ ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. എ എന്ന് പറയുന്നത് ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ഈ ടുബാക്കോ മൊസൈക്ക് വൈറസിനെ ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കുന്ന പേര് നോക്ക്, TMV, ടുബാക്കോ മൊസൈക്ക് വൈറസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തത് കണ്ടാൽ തിരിച്ചറിയണം, അത് മറ്റാരുമല്ല. ആരാ? രണ്ടാമത്തത് ബാക്ടീരിയോഫേജ് ആണ്. രണ്ടാമത്തത് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജ്. ഇസ് ഇറ്റ് ഓക്കെ? വീണ്ടും അടുത്ത ചോദ്യം നോക്ക്. മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് എ ക്യാപ്സിഡ്. അപ്പോൾ ആദ്യം ക്യാപ്സിഡ് എന്താണെന്ന് അറിയണം. നെയിം ഇറ്റ് സബ് യൂണിറ്റ്. അപ്പോൾ വൈറസിൻ്റെ ശരീരത്തിൽ കാണുന്ന പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയാം. വൈറസിൻ്റെ ശരീരത്തിൽ കാണുന്ന പ്രോട്ടീൻ കോട്ട്. അപ്പോൾ ആ പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ് യൂണിറ്റ്സിനെയാണ് ക്യാപ്സോമിയസ്. അത് എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും? വൈറസിൻ്റെ ന്യൂക്ലിക് ആസിഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? ഇപ്പോൾ ടുബാക്കോ മൊസൈക്ക് വൈറസിന് ചുറ്റും ഇങ്ങനെ മുന്തിരിക്കുലകൾ വെച്ചതുപോലെ എന്തുണ്ടാവും? ഇങ്ങനെ കുറേ
സ്ട്രക്ചേഴ്സ് കാണാം. കണ്ട, ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം കൂടി വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഇതെല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഇതിൽ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയസ്. കണ്ട, ഇതിൽ ഓരോന്നിനെയും നമ്മൾ എന്ത് വിളിക്കും? ക്യാപ്സോമിയസ്. ഓക്കെ, ശരി. അപ്പോൾ അതും സെറ്റാണല്ലോ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. മെൻഷൻ ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫംഗൈ. ഫംഗസിലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർട്സാന്ന് നേരത്തെ കണ്ടു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എടുത്ത് നോക്കിയാലോ, അത് വെജിറ്റേറ്റീവ് മീൻസ് ഏതൊക്കെ? ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ബൈനറി ഫിഷൻ ഉണ്ട്, ഈസ്റ്റ് ബഡ്ഡിങ് ഉണ്ട് ഈസ്റ്റിൻ്റെ കേസിൽ. മക്കളെ, ഇതോട് കൂടിയിട്ട് നമ്മൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പം 2 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ 2 പോയിൻറ്റ്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. Is it? Yes. So let's move to the 3 marks question. മക്കളെ, ഇനി 3 മാർക്കിന് ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊന്ന് നോക്കണ്ടേ? സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ദ 3 മാർക്സ് ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാ ഓർഗാനിസംസും 5 കിങ്ഡത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ നമ്മൾ പറയേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് R.H. വിറ്റേക്കർ, റോബർട്ട് ഹാർഡിങ് വിറ്റേക്കർ. ചില വർഷങ്ങളിൽ നമ്മളോട് ചോദിക്കാം ഏത് വർഷത്തിലാണ് R.H. വിറ്റേക്കർ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പറയണം 1969. ഈ വർഷം എപ്പോഴും ഓർത്തിരിക്കണം. വീണ്ടും അടുത്ത് നോക്ക്. മെൻഷൻ ദ 5 കിങ്ഡംസ്. ആ 5 കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മൊണീറ, അതേപോലെ തന്നെ പ്രോട്ടിസ്റ്റ, അതേപോലെ ഫംഗൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. 5 കിങ്ഡംസ് ഉണ്ട്. വീണ്ടും നോക്ക് മക്കളെ. വാട്ട് ആർ ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ? അപ്പോൾ ക്രൈറ്റീരിയ എന്ത് അടിസ്ഥാനത്തിലാണ് 5 കിങ്ഡങ്ങളെ ഡിവൈഡ് ചെയ്തത് നോക്കാം. നോക്ക്. സെൽ സ്ട്രക്ചർ, അതേപോലെ ബോഡി ഓർഗനൈസേഷൻ. സെൽ സ്ട്രക്ചർ കോശത്തിൻ്റെ ഘടന, ബോഡി ഓർഗനൈസേഷൻ ശരീരഘടന, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഓട്ടോട്രോഫിക് ആണോ എക്ടോട്രോഫിക് ആണോ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കോ ഇല്ലയോ. അതേപോലെ റീപ്രൊഡക്ഷൻ. ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എവല്യൂഷനെ ബേസ് ചെയ്തിട്ട്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ടേക്സ് പ്ലേസ് ബൈ ബോത്ത് എസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്സ്. കണ്ടോ? എസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നെയിം 3 സെക്ഷൽ സ്പോർസ്. ഏതൊക്കെയാണ്? ഊസ്പോസ്, ആസ്കോസ്പോസ്, ബസിഡിയോസ്പോസ്. ഈ സ്പോറുകൾ നമ്മൾ സെക്ഷൽ സ്പോറാണെന്നറിയണം. ഫംഗസിൻ്റെ സെക്ഷൽ സ്പോർ. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ സെക്ഷൽ സൈക്കിൾ, സ്റ്റേജസ് ഓഫ് സെക്ഷൽ സൈക്കിൾ. ഇതാണ് ചോദിക്കുന്നത്. ഫംഗസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്സ്? നോക്കൂ, 3 സ്റ്റെപ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് നോക്ക്, പ്ലാസ്മോഗാമി. എന്താ ഈ പ്ലാസ്മോഗാമി? അപ്പോൾ പ്ലാസ്മോഗാമി എന്താണെന്ന് ചോദിച്ചാൽ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസം ആരുടെ പ്രോട്ടോപ്ലാസം? നോക്ക്, ചലിക്കാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ ചലിക്കാൻ കഴിവില്ലാത്ത 2 മോട്ടൈലായിട്ടുള്ളതോ അല്ലെങ്കിൽ 2 നോൺ മോട്ടൈലായിട്ടുള്ള ഗാമീറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസമാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡക്റ്റീവ് സെൽസ്. രണ്ടാമത്തെ നോക്കൂ മക്കളെ, കാരിയോഗമി. എന്താ ഈ കാരിയോഗമി? ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനെയാണ് കാരിയോഗമി എന്ന് വിളിക്കുന്നത്. ഏറ്റവും അവസാനത്തെ നോക്ക്, മിയോസിസ്. അപ്പോൾ എന്താ, എവിടെയാണ് മിയോസിസ്? ഈ പറയുന്ന ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടിൽ മിയോസിസ് നടക്കും. എന്നിട്ടോ റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 2 പ്രോട്ടോപ്ലാസങ്ങൾ ഫ്യൂസ് ചെയ്തു. എന്നിട്ടോ ഒറ്റ പ്രോട്ടോപ്ലാസമായിട്ട് മാറി. ആ സമയത്ത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നില്ല.
ന്യൂക്ലിയസ് ഇങ്ങനെ പെയറായി, അതിനുശേഷം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തു, കണ്ടോ? അങ്ങനെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? ഈ ന്യൂക്ലിയസിൽ നിന്നും എന്തുണ്ടായി? ന്യൂക്ലിയസിൽ നിന്നും സ്പോറുകളുണ്ടായി, കണ്ടോ? 1 2 3 4 4 സ്പോറുകളുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ 2 ന്യൂക്ലിയസ് ഒന്നിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷനില്ലേ, എന്നിട്ടല്ലേ ഫ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ 2 ന്യൂക്ലിയസ് ഒന്നിച്ച് നിൽക്കുന്നതിനെയാണ് ഡൈകാരിയോ ഫേസ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പറയണം എങ്ങനെയാണ് ഡൈകാരിയോ ഫേസ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗസ് സെക്ഷുവലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2 ഹാപ്ലോയിഡ് ഹൈഫേ ഫ്യൂസ് ചെയ്യാൻ വരും. ചില ഫംഗസിൽ ആ 2 എണ്ണം ഉടനെ തന്നെ ഫ്യൂസ് ചെയ്യും. പക്ഷേ ചില ഫംഗസുകളിൽ അത് ഉടനെ ഫ്യൂസ് ചെയ്യില്ല, ലീഡിങ് ടു എ കണ്ടീഷൻ കോൾഡ് ഡൈകാരിയോൺ. അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെയാണ്? ഇതേപോലെ 2 ന്യൂക്ലിയസ് ഇങ്ങനെ പെയർ പോലെ നിൽക്കും. ഇങ്ങനെ പെയർ പോലെ 2 ന്യൂക്ലിയസ് നിൽക്കുന്നതിനെയാണ് ഡൈകാരിയോ. പെയർ പോലെ 2 ന്യൂക്ലിയസ് നിൽക്കുന്നതിനെയാണ് ഡൈകാരിയോ ഫേസ്. കണ്ട, ഡൈകാരിയോ ഫേസ്. ഓക്കെ, ആ കണ്ടീഷനെയാണ് ഡൈകാരിയോട്ടൈസേഷൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറസുകളെ എന്തുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്തത്? അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം, ചിലപ്പം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വേണമെങ്കിൽ വരാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, നോക്ക്, വൈറസുകളെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ കാര്യം, വൈറസ് ഒരിക്കലും ട്രൂലി ലിവിങ് അല്ല. ഒരേ സമയം ലിവിങ്ങും ഒരേ സമയം നോൺ ലിവിങ്ങുമായിട്ട് കാണുന്ന ആളാണ് ഈ വൈറസുകൾ. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു നോൺ സെല്ലുലാർ ഓർഗനൈസേഷനാണ്. ഈ നോൺ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ സെല്ലില്ല. ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ്. കണ്ട, ദേ ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് പ്രസിപ്പിറ്റേറ്റഡ്. കണ്ട, ബട്ട് അവർ ലിവിങ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നോക്ക്. അവർക്ക് ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ, വളരാം, ഇരട്ടിക്കാം ഇൻസൈഡ് ദ ഹോസ്റ്റ്. മാത്രമല്ല ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്, പാരസൈറ്റ് ആയിട്ട് അല്ലാതെ അവരെ കാണാൻ പറ്റില്ല, മറ്റുള്ളവരെ ആശ്രയിക്കാതെ അതിന് ജീവിക്കാൻ പറ്റില്ല. ആൻഡ് അറ്റാക്ക് സ്പെസിഫിക് ഹോസ്റ്റ്, അസുഖമുണ്ടാക്കും. അപ്പോൾ വൈറസിനെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, ദേ ആർ നോട്ട് ട്രൂ ലിവിങ്. അതേലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദേ ആർ ലിവിങ് അറ്റ് ദ സെയിം ടൈം നോൺ ലിവിങ്. അപ്പോൾ ലിവിങ്ങിൻ്റെ കാരണങ്ങളും നോൺ ലിവിങ്ങിൻ്റെ കാരണങ്ങളും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ക്വസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സം ഓർഗാനിസം ഷോസ് അസോസിയേഷൻ വിച്ച് ആർ മ്യൂച്വലി ബെനിഫിറ്റഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ലൈക്കൻസ്? ചിലപ്പം ആരുടെയാണ് ഈ മ്യൂച്വലി അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം മ്യൂച്വൽ അസോസിയേഷൻ ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ലൈക്കൻസിൻ്റെ പേര് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ലൈക്കൻസ്? അപ്പം നമ്മൾ പറയണം ആൽഗെ ആൻഡ് ഫംഗൈ. അത് പൂർണ്ണമായിട്ടും എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണം. അത് പൂർണ്ണമായിട്ടും എഴുതണമെങ്കിൽ ആൽഗൽ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരറിയണം. ആൽഗൽ കമ്പോണൻ്റെ പേരാണ് ഫൈക്കോ. അങ്ങനെ തന്നെ എഴുതണം. ആൽഗൽ കമ്പോണൻ്റെ പേരാണ് ഫൈക്കോ ബയോൺ. അങ്ങനെയാണെങ്കിൽ ഫംഗൽ കമ്പോണൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിൻ്റെ കൂടെ എഴുതിയും വെക്കണം. ഫംഗൽ കമ്പോണൻ്റെ പേര് ഏതാ? മൈക്കോ ബയോൺ. ഇതാണ് ഫംഗൽ കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ വീണ്ടും അടുത്ത കാര്യം നോക്ക്. വാട്ട് ഈസ് ദ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈക്കൻസ്? ലൈക്കൻസിൻ്റെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഏതാ? ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂട്ടഡ് ഏരിയാസിൽ അവരെ കാണില്ല, അതുകൊണ്ട് അവരെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ചാപ്റ്റർ. ആൽഗൽ കോമ്പോണൻറ്റ് വിളിക്കുന്നത് ഫൈക്കോബയോണ്ടും ഫംഗൽ കമ്പോണൻറ്റ് മൈക്കോബയോണ്ടുമാണ്. Is it okay? So that's all for the 3 marks question.
അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അവസാനിപ്പിച്ചു. അതിൻ്റെ സിനോപ്സിസ് നമ്മൾ കണ്ടു. ഇത്രയും ഏരിയ, സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. സോ അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ബൈ. സീ യു.